ഇച്ചിരി നേരം ഒരു ഇച്ചിരി നേരം അടങ്ങിയിരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഈ ചിരിയൊക്കെ വരുന്നുണ്ടേ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ചേച്ചി ഇപ്പൊ ഇന്നുണ്ടല്ലോ നമ്മൾ എന്നതാ നമ്മുടെ പോസ്റ്റിൽ ഇട്ടിരുന്നേ, ചോക്ലേറ്റിനേക്കാളും മധുരമുള്ള എന്തോ ഒന്ന് നമ്മൾ ഇന്ന് പോസ്റ്ററിൽ ഇട്ടിരുന്നേ. എന്നതാ ഈ ചോക്ലേറ്റിനേക്കാളും മധുരമുള്ള സാധനം? എന്നതാ ഈ ചോക്ലേറ്റിനേക്കാളും മധുരമുള്ള സാധനം? അതാണ് ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്തെ പറ്റിയാണ് ചേച്ചി പറയുന്നത്. ഇപ്പൊ ചേച്ചി ഇങ്ങനെ ആലോചിച്ച് ഈ ദൈവസ്നേഹത്തെ പറ്റി നിങ്ങൾക്ക് എങ്ങനെയാ ഇപ്പൊ ഞാൻ പറഞ്ഞു തരിക? എങ്ങനെയാ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ദൈവസ്നേഹത്തെ പറ്റി പറഞ്ഞു തരിക? അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയണ്ടേ അല്ലേ? എപ്പോഴും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ദൈവസ്നേഹം. ആണ് ദൈവസ്നേഹം. എന്നാ പറഞ്ഞേ? അപ്പൊ ദൈവസ്നേഹത്തെ കുറിച്ചുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചറിയണം. എങ്ങനെയാ നമ്മൾ അനുഭവിച്ചറിയുന്നതിന് ഈ ദൈവസ്നേഹം? വിശുദ്ധ കുർബാനയിലൂടെ. ആഹാ, അടിപൊളി അടിപൊളി. അപ്പൊ വിശുദ്ധ കുർബാനയുണ്ട്, നമുക്ക് കുദാശകളുണ്ട്, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട് ദൈവസ്നേഹം നമുക്ക് അറിയാൻ. പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്തുണ്ടല്ലോ ചേച്ചി ഇങ്ങനെ ചിന്തിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ ഞാൻ ദൈവസ്നേഹം പറഞ്ഞു തരും? ദൈവം എങ്ങനെയാ നമ്മളെ സ്നേഹിക്കുന്നേ? അപ്പോഴാണ് ആശിഷ് ചേട്ടൻ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നമ്മുടെ പിതാവിന്റെയും പുത്രന്റെയും ഒക്കെ സ്നേഹം നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഭയങ്കര മോശം ആൾക്കാരാണെങ്കിലും ഒക്കെ ദൈവം നമ്മളെ സ്നേഹിക്കും. ദൈവത്തിന് അങ്ങനെ വേർതിരിവില്ല. അതായത് സാറ എന്നൊരു വേർതിരിവില്ല, ഏഡൻ എന്നൊരു വേർതിരിവില്ല, തോമസ് എന്നൊരു വേർതിരിവില്ല. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പറ്റി ദൈവത്തിനൊരു വേർതിരിവില്ല. ദൈവം നിങ്ങൾ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിച്ചാ സ്നേഹിക്കുന്നേ. ഇനി സ്നേഹിക്കും എന്ന് പറയുമ്പോ കർത്താവ് എങ്ങനെ സ്നേഹിക്കും എന്ന് പറഞ്ഞിരിക്കുന്നേ? നമ്മുടെ പേര് ഉള്ളം കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ എന്നാ പറഞ്ഞിരിക്കുന്നേ? അമ്മയെക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കും, അമ്മേനേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കും. ഇങ്ങനെയൊക്കെ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളെ പറ്റിയിട്ട്. അത് നിന്നെ പറ്റി മാത്രമല്ല, ഓരോരുത്തരെയും പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നെ പറ്റി മാത്രമാണോ? ചേച്ചി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ, ചേച്ചി നിങ്ങളുടെ പ്രായം ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, ചേച്ചി ഒരു 5-ലും 6-ലൊക്കെ പഠിച്ച സമയത്ത് ചേച്ചിയുടെ പല്ല് ഇതാണ്ട് ഇങ്ങനെയായിരുന്നേ. ഇതുകൊണ്ട് ഇങ്ങനെ ചേച്ചിയുടെ പല്ല് ഇങ്ങനെയായിരുന്നേ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ ഇരുന്ന പല്ലുള്ള ചേച്ചിന്റെ കർത്താവിന് ഇഷ്ടമായിരുന്നോ? അല്ലേ? ഇഷ്ടമല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോ ചേച്ചി പൊട്ടക്കണ്ണാടി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഈ പൊട്ടക്കണ്ണാടി കൂടി അങ്ങ് കേറിയുന്നേ, കണ്ണും കാണത്തില്ല. നിങ്ങളെയൊക്കെ കുറച്ചായിട്ടാ ഇപ്പൊ ചേച്ചി കാണുന്നേ. അങ്ങനെ കണ്ണും കാണത്തില്ല. അപ്പൊ ഈ കണ്ണും കാണത്തില്ല, ഈ പല്ലും ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചിന് കർത്താവിന് ഇഷ്ടമായിരുന്നോ? വേറൊരു കാര്യം, ചേച്ചിക്ക് മാത്സിനുള്ള മാർക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഈശോയെ, മാത്സ് എന്ന് പറഞ്ഞാൽ 18 മാർക്ക് 50-ല്. അയ്യോ, 50-ല് 18. മാത്സിന് 18, 50 18 ഉള്ളൂ കേട്ടോ. 18 ജസ്റ്റ് പാസാ. ചേച്ചിയുടെ കർത്താവിന് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ചേച്ചി ഇനിയിപ്പൊ എന്നതാണെങ്കിലും ഏതൊരു അവസ്ഥയിലാണെങ്കിലും നമ്മുടെ ഈശോയ്ക്ക് നമ്മളെ ഓരോരുത്തരെയും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ചേച്ചി വിചാരിച്ചു, നിങ്ങളോട് ഇപ്പൊ എങ്ങനെയാ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. ഈശോ എങ്ങനെയാ നിങ്ങളെ? അപ്പോഴാണ് എനിക്ക് ചേച്ചിക്ക് തോന്നി, ഈ സാംസ് 139, അതായത് സങ്കീർത്തനങ്ങൾ 139, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുക. ഞാൻ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കർത്താവിന് അറിയാവോ? ഞാൻ എഴുന്നേൽക്കുമ്പോ കർത്താവിന് അറിയാവോ? അത് കഴിഞ്ഞിട്ട് പറയാ, എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഞാനിപ്പോ മനസ്സിൽ വിചാരിക്കുന്ന പുള്ളിക്ക് അറിയാന്ന്, കർത്താവിന്. അത് കഴിഞ്ഞ് പറയോ, എന്റെ നടപ്പും കിടപ്പും ഒക്കെ കർത്താവിന് അറിയാന്ന്. ഇത് പോസിബിൾ ആണോ? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് കർത്താവ് അത് അവിടുന്ന് അറിയുന്നു. ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്നാ പറയാൻ പോകുന്നെന്നും പറഞ്ഞാലും കർത്താവിന് അറിയാന്ന്. അതാണ്. എന്നിട്ട് ഈ അറിവ് എന്നെ ഭയങ്കരമായിട്ട് വണ്ടടിക്കുക. അത് കഴിഞ്ഞിട്ട് പറയണേ, എന്നെ പിമ്പിലും ഉണ്ടെന്ന്, പുറകിലും ഉണ്ടെന്ന്, മുമ്പിലും ഉണ്ടെന്ന്. പുറകിൽ ആരാടാ? പുറകിൽ ആരും ഉണ്ടോ? പുറകിലും ഉണ്ടോ? ഇത് പുറകിലും വന്ന് നിപ്പുണ്ടെന്ന്, ഇപ്പൊ പുറകിൽ നിപ്പുണ്ടെന്ന്.
പക്ഷെ ഈ പുറകിലും മുമ്പിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? അപ്പൊ ഈ ദൈവസ്നേഹം നമ്മൾ ഇങ്ങനെ ചേർത്ത് പഠിച്ചിരിക്കുന്ന ദൈവസ്നേഹം ഉണ്ടല്ലോ, നമുക്ക് ഉൾക്കണ്ണു നമ്മുടെ ഉള്ളിലെ കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ അവിടെയാണ് കാര്യം. ഇനി വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഇങ്ങനെ വിശുദ്ധിയെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ ഇതൊക്കെ വായിച്ചപ്പോ ചേച്ചി വിചാരിച്ചു, ഓ ഇങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ എങ്ങനെ ചേർത്ത് പിടിക്കും. ചേച്ചി അത്ര കൊള്ളത്തില്ല, മാത്സിന് മാർക്ക് അപ്പനും അമ്മേനും തെറി വഴക്ക് ഒന്നും പറയണ്ട, ചേച്ചിയും കണക്കാ, ഭയങ്കര പ്രശ്നമാ, ഞാനും ഭയങ്കര താന്തോന്നിയാന്നേ, ഒരു രക്ഷയില്ല. അപ്പോഴാണ് ചേച്ചിക്ക് ബൈബിളില് 2 ടീംസിന് ഓർമ്മ വന്നത്, ഒരു യാക്കോബും ജോസഫും. ഈ യാക്കോബിന്റെ മകനാണ് ജോസഫ്. യാക്കോബ് ആള് താന്തോന്നിയാന്നേ, യാക്കോബ് ഭയങ്കര താന്തോന്നി. യാക്കോബ് ചേട്ടനെ അറിയാവോ നിങ്ങൾക്ക്? അറിയാവോ? അടിപൊളിയാണല്ലോ, നിങ്ങൾ എന്നെക്കാളും മിടുക്കരാണല്ലോ. അപ്പൊ ഈ യാക്കോബ് ചേട്ടൻ എന്നാ ചെയ്തു? നമ്മളെ പറയുന്ന പോലെ ചേട്ടനും അനിയന്മാരെ അത് തന്നെ, ചേട്ടനെ അങ്ങോട്ട് നൈസായിട്ട് അങ്ങ് പറ്റിച്ചു. നൈസായിട്ട് പറ്റിച്ചിട്ട് ഓടി അമ്മാവിന്റെ അടുത്തോട്ട് പോയി. നൈസായിട്ട് പറ്റിച്ചെന്ന് പറഞ്ഞ ഏത് ജാതി പറ്റീരാ പറ്റിച്ച പുള്ളി, ഭയങ്കര പറ്റിച്ചു. പക്ഷെ പുള്ളി പറ്റിച്ച് ഓടിപ്പോയപ്പോഴും എവിടെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും, കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ യാക്കോബ് എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി ആ 14 വർഷം യാക്കോബ് കഷ്ടപ്പെട്ടത്, നല്ല പണി കിട്ടി, ചേട്ടന് പണി കൊടുത്തതിന് നല്ല പണി കിട്ടി. 14 വർഷം പുള്ളിനെ ആൾക്കാർ പറ്റിച്ചു എന്ന് വേണ്ട, ഭയങ്കരമായിട്ട് പണി കിട്ടി യാക്കോബിന്. പക്ഷേ യാക്കോബ് എന്താ ചെയ്തേ? യാക്കോബ് ചേട്ടനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു 14 വർഷം കഴിഞ്ഞ്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇത്, ദൈവസ്നേഹത്തിന്റെ ഒരു ഭാഗം. എന്നാന്ന് പറഞ്ഞാലുണ്ടല്ലോ, രാത്രിയായപ്പം യാക്കോബ് തീരുമാനിച്ചു. എന്നാ തീരുമാനിച്ചേ? ചേട്ടനോട് പോയി സോറി പറയണം. നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹം അങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ ചെറിയ ചെറിയ തെറ്റുകൾ അങ്ങ് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ആ നമ്മുടെ കൂടെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും ഇരിക്കുന്ന ദൈവം എന്നാ ചെയ്യും? നീ പോയി കുമ്പസാരിക്കടാ എന്ന് പറയും. നീ കുമ്പസാരിച്ച് പിന്നെയും തിരിച്ചിങ്ങോട്ട് വരാൻ. അതിനുവേണ്ടി യാക്കോബ് എന്നാ ചെയ്തേ? രാത്രി ആയപ്പം അങ്ങ് പ്രാർത്ഥിച്ചിട്ട് എന്നാ പറഞ്ഞേ? ആ ദൂതൻ വന്നപ്പോ ദൂതന്റെ കാലിലോട്ട് അങ്ങ് കേറി പിടിച്ചേച്ച് പറയുവാണ്, നിന്നെ ഞാൻ വിടിയലടാ, എന്നെ അനുഗ്രഹിക്കാതെ വിടിയല, കർത്താവെ അനുഗ്രഹം തായോന്ന്. അല്ലേ? പിടിച്ചു പറഞ്ഞേ അനുഗ്രഹം താന്ന്. അനുഗ്രഹം കിട്ടുന്നോടം വരെ പിടിച്ചു വെച്ചു. ലാസ്റ്റ് അവൻ ഇസ്രായേൽ എന്ന പേര് കിട്ടി. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോട് മൽപ്പിടുത്തം നടത്തുന്നവൻ. അടിപൊളി. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ മൽപ്പിടുത്തം നടത്തിയത്? ദൈവസ്നേഹം ഉള്ളിൽ അങ്ങ് കേറി നിന്ന് കഴിഞ്ഞപ്പോ ചെയ്ത തെറ്റ് പുള്ളിക്കുണ്ടല്ലോ, പുള്ളിക്ക് മനസ്സിലായി. ചെയ്ത തെറ്റ് പുള്ളിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് മനസ്സിലായി. പുള്ളി അങ്ങോട്ട്, അപ്പൊ നമുക്കുണ്ടല്ലോ ജീവിതത്തിൽ നമുക്ക് കുറെ വീഴ്ചകൾ പറ്റും. അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടി അകലോ യാക്കോബിനെ പോലെ? അതുപോലെ യാക്കോബിനെ പോലെ തിരിച്ചു വന്ന് കർത്താവിന്റെ കാല് പിടിച്ച് നമ്മൾ പിന്നെയും പറയും, എന്നെ അനുഗ്രഹിക്കണം, ഇല്ലാതെ ഞാൻ പോവൂലെന്ന്. നിങ്ങൾ ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകും. അപ്പോഴും യാക്കോബിനെ പോലെ നമ്മൾ ഇങ്ങനെ ചടപടേന്ന് പറഞ്ഞ് വീഴും. അന്നേരം നമ്മൾ ആ വീഡിയോ ഓർക്കണം, യാക്കോബിനെ ഓർക്കണം. എങ്ങനെ നമ്മള് കർത്താവ് നമ്മുടെ പുത്രനെ തന്ന് നമ്മളെ സ്നേഹിച്ചതുപോലെ യാക്കോബ് രാത്രിയില് ഇതുമായിട്ട് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം മേടിച്ച പോലെ നമ്മൾ അനുഗ്രഹം മേടിക്കണം. നമ്മൾ ചുമ്മാ അങ്ങോട്ട് അയ്യോ എന്നെ ആൾക്കാർ പറഞ്ഞേ, എന്നെ മമ്മി വഴക്ക് പറഞ്ഞേ, എന്നെ ഇത് ചെയ്തേ അത് ചെയ്തേന്നൊന്നും പറഞ്ഞ് മാറിയിരിക്കരുത്. മനസ്സിലായോ? നമ്മൾ എന്നാ ചെയ്യണം? തിരിച്ചു വരണം. നമ്മൾ അടിപൊളിയായിട്ട് ഇരിക്കണം. അടിപൊളിയായിട്ട് വന്ന് നമ്മൾ കർത്താവിന്റെ ഉള്ളിൽ ഇരിക്കണം. ഇനി രണ്ടാമത്തെ ചേച്ചിയുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതായിരുന്നു? ഫേവറേറ്റ് ക്യാരക്ടർ ആയിരുന്നു ജോസഫ്. ഈ ജോസഫിന് ചേച്ചിക്ക് എന്നാ ഇഷ്ടം എന്നറിയാവോ? യാക്കോബിന്റെ മകനായിട്ട് പോലും ഇനിയിപ്പൊ അടുത്ത ഭാഗം ജോസഫിന് എന്നാ ഇഷ്ടം? ജോസഫ് എന്നാ ചെയ്തു? ജോസഫ് നിങ്ങളെ പോലെയൊക്കെ ചെറിയ കൊച്ചായിരുന്നല്ലേ? എന്നാ ചെയ്തു? ചേട്ടന്മാരെല്ലാം കൂടെ ഊന്നി തള്ളി ഒരു കുഴിയിലോട്ട് അങ്ങിട്ട് വെച്ച് ഓടിപ്പോയി.
അപ്പൊ അവിടുന്ന് ഒരു കച്ചവടക്കാരൻ അവനെ ആ കച്ചവടക്കാരൻ ഇങ്ങനെ എടുത്തോണ്ട് പോയിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? രാജാവ് എടുത്തോണ്ട് പോയിട്ട് ക്ഷാമം വന്നപ്പോ അവൻ അവിടുന്ന് ഇരുപതാരനെ എടുത്തോണ്ട് പോയിട്ട് എന്നാ പറ്റിയേ? ഇവരെടുത്തോണ്ട് പോയിട്ട് ഇവരെ എല്ലാവരും എന്തെങ്കിലും ചെയ്യിപ്പിച്ചോ? ജോസഫ് എന്നാ ചെയ്തേ? ജോസഫ് എന്നാ ചെയ്തെന്ന് പറഞ്ഞാല് എല്ലാ കാര്യത്തിലും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഈ കുഴിക്കകത്ത് വീണപ്പോഴും ജോസഫിനെ ആൾക്കാര് തെറ്റിദ്ധരിച്ച് കാരാഗ്രഹത്തിൽ അടച്ചപ്പോഴും ഒക്കെ ജോസഫ് കർത്താവിലേക്ക് മാത്രം നോക്കിയിരുന്നു. മനസ്സിലായോ? കർത്താവിലേക്ക് നോക്കിയിരുന്നു. ജോസഫ് എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ യാക്കോബിനെ പോലെ കർത്താവിനെ മറന്നുപോയില്ല. പക്ഷെ ജോസഫ് എപ്പോഴും കർത്താവിനെ കൂടെ പിടിച്ചു. അതിനകത്ത് ബൈബിളിനകത്ത് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ടേ. ജോസഫിനെ പ്രതി, അതായത് ഉൽപ്പത്തി 39:3 കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് ഭയങ്കര വിസിബിൾ ആയിരുന്നു കർത്താവിന്റെ സ്നേഹം. ജോസഫിനോടുള്ള കർത്താവിന്റെ സ്നേഹം വിസിബിൾ ആയിരുന്നു. എന്തുകൊണ്ടാ? ജോസഫിന് കുറച്ച് സമയമൊക്കെ കിട്ടിയായിരുന്നു പാപമൊക്കെ ചെയ്യാൻ. തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പാപം ചെയ്യൂ ബാന്ന്. ജോസഫ് പറഞ്ഞു, എന്നെ കൊണ്ടങ്ങ് പറ്റൂല, ഞാൻ എന്റെ കർത്താവിന്റെ കൊച്ചാ, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാന് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാനിത് ചെയ്യത്തില്ലെന്ന് ജോസഫ് ഭയങ്കരമായിട്ട് അങ്ങ് പറഞ്ഞു. അങ്ങനെ ജോസഫ് ഇത്രയും ശക്തമായിട്ട് പറഞ്ഞത് കൊണ്ട് കർത്താവ് അവനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചങ്ങ് കൂടെ വെച്ചു. ഇത്രയും കാലഘട്ടത്തില് അവൻ എന്നാ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ ജോസഫിനെ കർത്താവ് ഭയങ്കരമായിട്ട് ഉയർത്തി. കുഴി തള്ളിയിട്ട ചേട്ടന്മാരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും ജോസഫ് വലിയവനായി. ഇതിനകത്ത് നമ്മൾ ദൈവസ്നേഹം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് വീഴ്ചകൾ പറ്റാം. അപ്പൊ നമ്മൾ യാക്കോബിനെ പോലെ ഓടി വരണം. അതുപോലെ ജോസഫിനെ പോലെ നമുക്ക് അവസരങ്ങൾ കിട്ടും തെറ്റ് ചെയ്യാൻ. രാവിലെ നമുക്ക് മാത്സിന്റെ പേപ്പർ കിട്ടിക്കഴിയുമ്പം നമുക്ക് വീട്ടിൽ പറയണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ ചേച്ചിമാർക്കിട്ട് 2 കൊടുക്കാൻ, അനിയനിട്ട് 2 കുത്താൻ, അല്ലെങ്കിൽ കിട്ടുന്ന സാധനം ഷെയർ ചെയ്യാതിരിക്കാനൊക്കെ നമുക്ക് തോന്നും. ഇങ്ങനെ നമുക്ക് അവസരങ്ങൾ ഇങ്ങനെ കൊണ്ടിട്ട് തരും. അപ്പൊ നമ്മൾ ദൈവസ്നേഹത്തെ പ്രതി ആ പിതാവ് പുത്രനെ തന്നെ നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ഇതിലൊന്നും വീഴാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇനി വീണു പോയാ യാക്കോബിനെ പോലെ ഓടിക്കണം. നിങ്ങള് ഓടി അങ്ങ് കർത്താവിന്റെ ദൂതന്റെ കാലി പിടിച്ച് അങ്ങ് പോയി കുമ്പസാരിച്ചോണം നിങ്ങള്. ഇനി കുമ്പസാരിക്കാൻ നമുക്ക് ഈശോനെ കിട്ടുന്ന വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോഴേക്കുണ്ടല്ലോ ദൈവത്തെ ഈശോപ്പെ അങ്ങ് സ്നേഹിക്കണം. നിങ്ങള് സ്നേഹിച്ച് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിങ്ങൾ അങ്ങ് സ്നേഹിക്കണം. ആ സ്നേഹം ഉണ്ടല്ലോ പുറത്തിറങ്ങി ഇങ്ങനെ തുളുമ്പി വരുമ്പോഴാണ് നമുക്ക് ജോസഫിനെ പോലെ നോ പറയാൻ പറ്റുന്നത്. ലൈഫിൽ നോ പറയാൻ പഠിക്കണം. നമുക്ക് വരുന്ന ചെറിയ തെറ്റുകൾ വരുമ്പം നോ പറയണം. ഞാൻ എന്റെ കർത്താവിനെ പ്രതി ഞാൻ നോ പറയും, ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറയാൻ നമ്മൾക്ക് പറ്റണം. അപ്പം നമ്മുടെ മുമ്പിലും പുറകിലും ഒരു വാക്കെന്റെ നാവിലെത്തുന്നതിന് മുമ്പ് അറിയുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ നമുക്ക്. നമ്മുടെ സാംസ് 139 കർത്താവിനെ ഉണ്ടല്ലോ നമുക്കങ്ങ് മനസ്സിലാവും. എന്നിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കുവാണേ, അവിടുന്ന് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയമായി സൃഷ്ടിച്ചു. എന്നെ ഫിയർഫുള്ളി വണ്ടർഫുള്ളി ആണ് എന്നെ അങ്ങോട്ട് സൃഷ്ടിച്ചു വെച്ചേക്കുന്നേ. അപ്പൊ ഈ ദൈവസ്നേഹമൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് അടിപൊളിയായിട്ടാണ് എന്നെ കർത്താവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കർത്താവിനെ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും അല്ലേ? എന്താ, എനിക്ക് കണ്ണാടി ഉണ്ടായിട്ടും എന്റെ പല്ല് ഇങ്ങനെ ഇരുന്നിട്ട് ഒക്കെ എന്നെ സ്നേഹിച്ച എന്റെ കർത്താവിന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലും നിങ്ങളായിരിക്കുന്ന ഇതിലൊക്കെ കർത്താവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നേ. അങ്ങനെ അത്ഭുതകരമായി സൃഷ്ടിച്ചു. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഇന്ന് ആലോചിക്കും, നമ്മള് അമ്മയുടെ വയറ്റിനകത്ത് ആവുന്നതിന് മുമ്പേ കർത്താവിനെ നമുക്കറിയാം.
നിങ്ങൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ ഇപ്പൊ ഇരിക്കുമ്പോ ഇങ്ങനെ കോക്കറി കാണിക്കുമെന്നും അല്ലെങ്കിൽ ഇപ്പം നേരെ തലമുടി നേരെയാക്കുമെന്നും ഒക്കെ കർത്താവിന് അറിയാന്ന്. എന്നതാലേ കണ്ടോ, ഇപ്പൊ ഇങ്ങനെയാക്കൂന്ന് കർത്താവിന് അറിയാം. കർത്താവിനെല്ലാം അറിയാം. ചേച്ചി ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞു മുഖം ഇങ്ങനെ ഇതിനകത്ത് കാണുന്ന പോലെ കർത്താവ് ഒക്കെ ഇരുന്ന് കാണുവാണ് നിങ്ങളുടെ കൂടെ. അപ്പം നമ്മുടെ ഹൃദയത്തിലെ ദൈവസ്നേഹം നമ്മൾ എപ്പോഴും ഓർക്കണം. പിതാവായ ദൈവം പുത്രനെ അയച്ച് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ എന്നാ ഈ 5ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പം ആതിർബാനം സ്വീകരിച്ചവരല്ലേ ഇവിടെ കൂടുതലുള്ളവരും അല്ലേ? നിങ്ങൾ തലയാട്ടാ പോലെ കൈ ഇങ്ങനെ കാണിക്കാവോ ആദ്യ കുർബാന സ്വീകരിച്ചവര്? ഈ ആദ്യ കുർബാന സ്നേഹിച്ച പിള്ളേർ എന്നാ ചെയ്യണം? നമ്മള് കുർബാനയ്ക്ക് പോകുമ്പം ഈ ദൈവസ്നേഹം മനസ്സിൽ കരുതി നമ്മൾ പിന്നെയും പിന്നെയും മനസ്സിൽ ചിന്തിക്കണം. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഈ യാക്കോബിനെ പോലെ വീണു പോയിട്ടുണ്ടോ? ഈ കസാരന്ന് വീണു പോയാലേ നമ്മൾ വീണു പോയോ? കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ഉണ്ടോ? നമുക്ക് ഓടിപ്പോയി കുമ്പസാരിക്കണം. എന്നിട്ട് വിശുദ്ധിയിലായിരിക്കണം. ഈ വിശുദ്ധിയിലായിരിക്കുമ്പോ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് നമ്മളെ അങ്ങോട്ട് സ്നേഹം കൊണ്ട് പുതിയ ഉള്ളിന്ന് ഒരു സ്വരം വരും കേട്ടോ. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പിൻപിലും സൈഡിലും പുറകിലും ഒക്കെ നമുക്ക് വരൂന്നേ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നും അവിടുന്ന് നമ്മളെ അങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലുവാന്നുള്ള ഒരു സ്നേഹം. നമ്മൾ ജോസഫിനെ പോലെ അതിപ്പം നമ്മളിങ്ങനെ കുമ്പസാരിച്ച് വിശുദ്ധി വരുമ്പത്തേനും ഉണ്ടല്ലോ, ജോസഫിനെ പോലെ നമ്മൾ എടി നിനക്ക് മാത്സിന്റെ പേപ്പർ കിട്ടിയായിരുന്നോടി? കിട്ടിയായിരുന്നു അമ്മേ. എനിക്ക് 20 ഉള്ളൂ. ഇത് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. ചേച്ചി പേപ്പർ കൊണ്ട് ചുരുട്ടി ബെഡിന്റെ അടിയിലായിരുന്നു വെച്ചോണ്ടിരുന്നേ. എന്റെ മാത്സിന്റെ പേപ്പർ ഒരിക്കലും കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ നിങ്ങളുടെയൊക്കെ പേപ്പർ കിട്ടുകയും ചേട്ടന്മാരോട് ചേച്ചിമാരോടും ഒക്കെ കുശുമ്പ് കാണിക്കാതിരിക്കുകയും അമ്മമാര് പറയുമ്പം നമ്മൾ ദൈവസ്നേഹത്തെ പ്രതി അവരോട് അനുസരിക്കാനും ഒക്കെയുള്ള കൃപ ദൈവം തരും. അത് മാത്രമാണോ? നമ്മൾ മുന്നോട്ട് ലൈഫിൽ പൊക്കോണ്ടിരിക്കുക. നമ്മളിപ്പൊ ആയിരിക്കുന്ന അവസ്ഥയെന്ന് നമ്മളിങ്ങനെ കേറി പോവും. ചേച്ചി ഇപ്പൊ ഒരു ബ്രാൻഡ് ഹെഡൊക്കെയാ, അതുപോലെ നിങ്ങളും ഭയങ്കര വലിയ പൊസിഷനിലൊക്കെ എത്തും. അപ്പൊ എന്നാ, ജോസഫിനോട് കർത്താവ് പറഞ്ഞ പോലെ കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുമെന്നും ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം എക്സാംസ് വരും, ജോലി ഇന്റർവ്യൂ വരും, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പം കർത്താവ് നിങ്ങളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. നിങ്ങളുള്ള സമയത്ത് കർത്താവ് ആ സ്ഥലം മംഗളകരമാക്കും. ദൈവം നിങ്ങളെ സ്നേഹിക്കും. അപ്പം ദൈവസ്നേഹത്തെ പ്രതി നിങ്ങൾ ത്യാഗം സഹിക്കാനും അതുപോലെ തന്നെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള അവസരം വരുമ്പോ നിങ്ങൾ ചെയ്യുവോ? നിങ്ങൾ മിടുക്കരായിട്ട് നിങ്ങൾ ചെയ്യാവോ? നിങ്ങൾ ചെയ്യുവോ? ചേച്ചി അൺമ്യൂട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടേ. അടിപൊളിയായിട്ട് ഈശോപ്പെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കാവോ? സ്നേഹിക്കുവോ? നിങ്ങൾ കർത്താവിനെ ഒരിക്കലും ഇനി എവിടെയെങ്കിലും വീണുപോയ യാക്കോബിനെ പോലെ തിരിച്ചു വരുവോ? നിങ്ങള് എന്നിട്ട് നമ്മൾ എവിടെയൊക്കെ ഇനി നമ്മളിപ്പോ നാളെ രാത്രി എടുത്തിട്ടുണ്ടല്ലോ, ഈ മീറ്റിംഗ് കൂടാൻ വേണ്ടി പറയും അപ്പനും അമ്മയും. അന്നേരം നിങ്ങൾ പിന്നെ വരുവോ ഈശോനെ കേൾക്കാൻ? പറഞ്ഞ സാംസ് 139 നിങ്ങൾ പോയി വായിക്കുവോ? അതിനകത്ത് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന എവിടെ അങ്ങിൽ നിന്ന് ഞാൻ എവിടെ പോകും, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ ഓടി അകലും. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൽ ചിറക് വിരിച്ച് അവിടെ നിന്നാൽ അങ്ങയുടെ കരം എന്നെ നയിക്കും. ഈശോയുടെ കരം നമ്മളെ നയിക്കും എന്നാ പറയുന്നേ. എന്നിട്ട് നമ്മളിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കർത്താവ് സൃഷ്ടിച്ചേക്കുവാ. ഇപ്പൊ ആയിരിക്കുന്ന ഈ മുഖവും കണ്ണും മൂക്കും ഒക്കെ ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞ പോലെ തന്നെയാ. അവിടുന്ന് എങ്ങനെ മനസ്സ് വിചാരിച്ചോ അതുപോലെയാ നിങ്ങൾ ആയിരിക്കുന്നേ. അവിടുന്ന് മനസ്സ് വിചാരിച്ച പോലെ ആയിരിക്കുന്നത് നിങ്ങളെ കർത്താവിന് ഇഷ്ടമല്ലേ? എന്നെ ഇപ്പൊ ഇങ്ങനെ ഈ പൊട്ടക്കണ്ണി വെക്കാനാ കർത്താവ് തീരുമാനിച്ചേ. ഈ കണ്ടോ, ഈ കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാനാ ദൈവം തീരുമാനിച്ചേ. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ സുന്ദരിയാ. കാരണം എന്നാ, എന്റെ കർത്താവ് ഇങ്ങനെയാ എന്നെ സൃഷ്ടിച്ചു വിട്ടെ. അവിടുന്ന് എന്നെ ഇങ്ങനെ ആയിരിക്കുമ്പോഴാ സ്നേഹിച്ചത്.
അപ്പോ നമുക്ക് വേണ്ടി നമ്മുടെ അവിടുത്തെ ഏക പുത്രനെ, നമ്മളൊക്കെ ഭയങ്കര പാപികളും ഇച്ചിരി ഇച്ചിരി വീണു പോവുകയും ചെയ്യുന്ന പിള്ളേരാ അല്ലേ? ചേച്ചിയും അങ്ങനെയാ, ഒരു രക്ഷയില്ല. അപ്പൊ ചേച്ചി എന്നാ ചെയ്യുന്നത്? ഓടി ഓടി കുമ്പസാരിക്കാൻ പോവും. വിശുദ്ധ കുർബാനയിൽ ഈശോയെ അങ്ങ് സ്നേഹിക്കും. സ്വന്തം മാതാവിനോട് പറയും, എന്റെ കൂടെ വരണം നാളെ പള്ളിയില്, എനിക്ക് ഈശോനെ അറിയണം എന്ന് പറയും. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. യാക്കോബിനെ പോലെ എളിമയ്ക്ക് വേണ്ടി നമ്മൾ എളിമയുള്ളവരായി മറ്റുള്ളവരെ അനുസരിച്ച് മുന്നേറുവാൻ നമുക്ക് പറ്റുമോന്നേ? ഇനി ഇനി നമ്മള് ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയില്, ഇനിയിപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിലുണ്ടല്ലോ, എപ്പോഴും ഇത് നമ്മൾ ചിന്തിക്കണം. നിങ്ങളിപ്പം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ വെച്ച് നമുക്ക് ഇനി ഇങ്ങനെ ജോസഫിനെ പോലെ ആരേലും ഒക്കെ വരും നമ്മുടെ അടുത്ത്. എടാ എടീ ഇത് ചെയ്യടി, എടാ അത് ചെയ്യടാ, അല്ലെങ്കിൽ അത് പറയണ്ടടി അത് പറയണ്ടടാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. അപ്പൊ നമ്മൾ വിവേകമുള്ളവരായി ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും അങ്ങോട്ട് ചേർത്ത് പിടിച്ചോണം. പിടിക്കുമോ നിങ്ങള്? ഉറപ്പാണോ? ഇത് വാക്കാണേ. അപ്പൊ നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങള് എപ്പോഴും ആലോചിക്കണം, ഞാൻ യാക്കോബിനെ പോലെ വീണുപോയാലും ജോസഫിനെ പോലെ എനിക്ക് അവസരം കിട്ടിയാലും ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ഞാൻ ഈ ചോക്ലേറ്റിനേക്കാളും മധുരമുള്ള ദൈവസ്നേഹം ഞാൻ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. ഈ ദൈവസ്നേഹം എന്റെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് അങ്ങോട്ട് ഒഴുകും. ഈ ഒഴുകിയിട്ട് ഞാൻ എന്റെ കർത്താവിനെ കൂടെ കൊണ്ട് നടക്കും. അവിടുന്ന് എന്റെ പുറകിലും മുമ്പിലും എന്റെ നടപ്പും കിടപ്പും എന്റെ വാക്ക് അടുത്ത് അറിയുന്ന എന്റെ കർത്താവ് എന്നെ അങ്ങോട്ട് കൊണ്ട് നടക്കും. ഞാൻ കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ കർത്താവ് മംഗളകരമാക്കും അല്ലേ? ഞാൻ കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ കാരണം കർത്താവ് അങ്ങോട്ട് മംഗളകരമാക്കും നമ്മുടെ കാര്യങ്ങള്. നിങ്ങൾക്ക് ആ തോന്നലുണ്ടോ? ഞാനൊരു കഥ പറഞ്ഞോട്ടെ അതിന്റെ. പിന്നെ നമുക്ക് ഇത് കഴിയുമ്പോ നമുക്ക് ഒന്നായിട്ട് കഥ പറയാം കേട്ടോ. നമ്മളിപ്പോ ബ്രേക്ക് ഔട്ട് കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് ഔട്ട് റൂമിലോട്ട് പോകും. എന്നിട്ട് മാൻ ഈ കഥ പറയണം കേട്ടോ. ബാക്കി എല്ലാരും ഈ കഥയൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്ന എല്ലാരും കഥയൊക്കെ പറയണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ നിങ്ങൾ ചേച്ചിനെ ശരിക്കും കേട്ടായിരുന്നോ? അപ്പൊ നിങ്ങള് ചേച്ചി 100% വിശ്വസിക്കുകയാണ്, ഇനി എന്തെങ്കിലും കാര്യം വന്നാ നിങ്ങൾ ഈശോപ്പനെ അങ്ങ് സ്നേഹിക്കും, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കും. നിങ്ങള് എപ്പോഴും ഒരു കാര്യം എപ്പോഴും ഓർത്തു വെക്കണം, ഇനി ഈ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും കർത്താവ് നിങ്ങളുടെ കൈ വിടിയല. അവിടുന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട്. അവിടുന്ന് നീ ഏതൊരവസ്ഥയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്താണെങ്കിലും കർത്താവ് നിന്നെ സ്നേഹിക്കും. അത് നിന്നെ അവിടുന്ന് നിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിച്ചു. ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കും. എന്ത് സംഭവിച്ചാലും അവിടുന്ന് നിന്നെ സ്നേഹിക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ട് അങ്ങനെ ഇരിക്കുവോ? അടിപൊളി. അപ്പൊ നല്ല പിള്ളേരാണേ, സൂപ്പറാണേ. ഇതാണ് ചേച്ചിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഓർക്കണം കേട്ടോ. എപ്പോഴും നിങ്ങൾ ഇനി ഓരോ കാര്യം വരുമ്പോ നിങ്ങൾ ഇതൊക്കെ ഓർക്കല്ലേ? ഉറപ്പാണേ? അടിപൊളി. താങ്ക് യു കേട്ടോ. നിങ്ങൾ നല്ല അടിപൊളി പിള്ളേരായിരുന്നു.